എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹോട്ടലിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ചട്നി ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു കപ്പ് ചെറിയ തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം എടുക്കുക. ഇഞ്ചി അധികമായ ഒരു കയ്പ്പ് ചുവ വരും. 2 ചുവന്നുള്ളി എടുത്തു കൊടുക്കാം. ഇനി അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ എരിവില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആദ്യം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇതാ തരിതരിപ്പായിട്ടെല്ലാം ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ വശങ്ങളിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നാലേ ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ അതിന് ലൂസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്കൊരു താളിപ്പ് കൂടെ ചേർക്കാനേ ഉള്ളൂ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല ഇത് പെട്ടെന്ന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ചട്നി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് തിളച്ച് പോകാൻ പാടില്ല. തിളയ്ക്കുമ്പോൾ ആ തേങ്ങ വെന്ത് വേറൊരു ടേസ്റ്റിലേക്ക് മാറും. അതുകൊണ്ട് ഇത് തിളയ്ക്കാൻ പാടില്ല. ഫ്ലെയിം ഓഫാക്കി ഉടനെ തന്നെ നമ്മളിത് സ്പൂൺ വെച്ച് കൈവിടാതെ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് പിരിഞ്ഞു പോകാതെ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ആ ചട്നി കിട്ടും. നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഹോട്ടലിലൊക്കെ ഇത് നല്ല നീട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് റാഗി ദോശയുടെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.